നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നീതുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഹരീഷ്. കാരണം ഇത്ര പെട്ടെന്നൊരു കല്യാണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം മറ്റൊന്നുമല്ല, സുഭാഷ് ചേട്ടൻ കല്യാണം കഴിക്കാൻ നിൽക്കുമോ? അപ്പോൾ താനോടെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാകത്തില്ല. അല്ലെങ്കിൽ തന്നെ ഓൾറെഡി സുധീഷ് ചേട്ടനും നിധിയേട്ടനും തമ്മിലുള്ള മാരേജ് നടന്നു. സുഭാഷ് ചേട്ടൻ നിൽക്കുന്ന സമയത്താണ്. അപ്പം ചേട്ടൻ നിൽക്കുമ്പോൾ അനുജന്മാർ കിട്ടുന്ന അത്ര സുഖമുള്ള ഏർപ്പാടല്ലോ. നാട്ടുകാരറിഞ്ഞാൽ പോലും എന്തൊക്കെ പറയും. അത് മാത്രമല്ല, സുഭാഷ് ചേട്ടൻ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നല്ലേ എല്ലാവരും കരുതുള്ളൂ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീ ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടേ ആക്കാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം നീതു പറഞ്ഞു, അത് സാരമില്ല, ഹോസ്റ്റലിൽ കൊണ്ടേ ആക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. അല്ല, വീട്ടിലേക്ക് പോയാൽ എങ്ങനെയാ ശരിയാവുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാർ സമ്മതിക്കുമോ? ഇനിയും നിന്നെ അവർ അടിക്കുകയോ ഇടിക്കുകയൊക്കെ ചെയ്യില്ലേ? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. നീതു ആരാ മോള്? നീതുവിന് നല്ല ചങ്കുറപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വീട്ടുകാരുടെ മുന്നിൽ എങ്ങനെ നിൽക്കണമെന്ന് അവൾക്കറിയാം. അങ്ങനെ ഒടുവിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നീതുവിനെ വീടിൻ്റെ അവിടെ കൊണ്ടേ ഇറക്കി വിടുവാണ് ഹരീഷ്. അങ്ങനെ നീതു വീട്ടിലേക്ക് കയറി പോരുന്ന കണ്ടിട്ടാണ് ഹരീഷ് തിരികെ പോരുന്നത്. നീതു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിലുള്ളൊരത്ര നല്ല സ്വീകരണമൊന്നുമല്ല കൊടുത്തേ. നീ ഇറങ്ങിപ്പോയിട്ട് എന്തായടി? ഒടിയിൽ അവൻ നിന്നെ വേണ്ടെന്ന് പറഞ്ഞോ? എടി ഇങ്ങനെ ഇരിക്കും, അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ്, നിനക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ആ സമയം അഖിൽ പറഞ്ഞു, എൻ്റെ അമ്മേ, ഇവളെ ഇങ്ങനെ കയറൂരി വിട്ടിട്ട് കാര്യമില്ല, ഇവളെ ആ മുറിക്കകത്ത് എങ്ങനെ കൊണ്ടേ പൂട്ടിയിടുക, ഇവളെ ആ മുറിക്കകത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നീതുവിൻ്റെ അമ്മ പറഞ്ഞു, ശരിയാ, ഇനി ഇവള് പുറത്ത് പോകുന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം നീതുവിൻ്റെ അമ്മ നേരത്തെ ഫോണൊക്കെ പിടിച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നീതുവിൻ്റെ ആ ഒരു ധൈര്യത്തിലാണ് അവളെ കൊണ്ട് മുറിക്കകത്ത് പൂട്ടിയിടുന്നത്. പക്ഷേങ്കിൽ ഹരീഷ് ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നീതുവിനെ കൊണ്ട് വിടുന്നതിന് മുമ്പ് നീതുവിന് പുതിയ ഫോണൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നീതു ആ ഫോണിൽ നിന്ന് ഹരീഷിനെ വിളിക്കുകയാണ്. ഹരീഷിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നീതുവിൻ്റെ വീടിന് അങ്ങോട്ടൊരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുകയാണ്. വനിതാ പോലീസ് ഉൾപ്പെടെ കുറെ ആൾക്കാർ വീട്ടിലേക്ക് കയറി വന്നു. അപ്പൊ നീതുവിന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരനൊന്നും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അതിപ്പോ ചോദിച്ചു, നീതുവിന്റെ വീടല്ലേ? അതേന്നൊക്കെ പറഞ്ഞു. അവൾ എന്തേന്ന് ചോദിച്ചു. മുറിക്കാത്തുണ്ട്, എങ്കിൽ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില് മുടി തുറന്ന് നീതുവിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ അവര് വിചാരിച്ചുകൊണ്ടിരുന്നേ നീതുവിന്റെ അച്ഛനും അമ്മയൊക്കെ നീതു എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്നാ വിചാരിച്ചുകൊണ്ടിരുന്നേ. അങ്ങനെ ഒടുവിൽ അവർ ചോദിച്ചു, ഇത് നിങ്ങളുടെ മകളല്ലേന്ന് ചോദിച്ചു. അതെ അതെ, ഇവരൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കംപ്ലൈൻറ്റോ? അതെ, ഇവർ വിളിച്ചൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവളെ ടോർച്ചർ ചെയ്യുന്നു, മുറിക്കകത്ത് പൂട്ടിയിടുന്നു, നേരെ ചൊവ്വേ ആഹാരം പോലും കൊടുക്കുന്നില്ല എന്ന്. നീതുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഞെട്ടിപ്പോയി. അത് കേട്ടപ്പോൾ അവർ ഞങ്ങളങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ലോ ഈ പെൺകുട്ടി പരാതി വന്നിരിക്കുന്നു പറഞ്ഞു. ഇവള് വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. എന്നെ മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുവാന്ന്. പെട്ടുപോയി. അപ്പോഴേക്കും നീതു പിന്നീട് സത്യങ്ങളൊക്കെ പറയാണ്. നീതുവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഇതെൻ്റെ സഹോദരൻ അഖില്, എനിക്കൊരു ചെറുപ്പക്കാരനെ ഇഷ്ടമാണ്, അതിൻ്റെ പേരിൽ ഇവരെന്നെ കുറെ അടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ നിൽക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനാണ്. എനിക്കിവിടെ നിന്നേ മതിയാവുള്ളൂ. ഇതെൻ്റെ വീടല്ലേ, എൻ്റെ അച്ഛനോടും അമ്മയുടെ പിള്ളേ കഴിയണ്ടേ? ഒരാളെ ഞാൻ സ്നേഹിച്ചതിൻ്റെ പേരിൽ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയാണോ? അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വനിതാ പോലീസ് പറഞ്ഞു, ഇതേ നിങ്ങളുടെ മോളൊക്കെ തന്നെയായിരിക്കും, പക്ഷെ ഇവളെ ഉപദ്രവിക്കാനുള്ള റൈറ്റ്സും കാര്യങ്ങളൊന്നും നിങ്ങൾക്കില്ല. പറഞ്ഞ് മനസ്സിലായല്ലോ. ഇനി എങ്ങാനും ഇവളെ ഉപദ്രവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങളെ തൂക്കിയെടുത്ത് ഞാൻ കൊണ്ട് അകത്തിടും. അതുപോലെ തന്നെ അഖിലിനും വാണിംഗ് കൊടുത്തു, നിനക്ക് അകത്ത് വന്ന് കിടക്കണോ അതോ ഇവിടെ നിൽക്കണോ എന്നൊക്കെ ചോദിച്ചു. നീതുവിൻ്റെ അമ്മയോടും പറഞ്ഞു, നിങ്ങൾ പ്രസവിച്ചതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. അവൾക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ഇവളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വാണിംഗ് ചെയ്തിട്ടാണ് പോകുന്നത്. നീതുവിന് സന്തോഷമായി. നീതുവിൻ്റെ കളി അങ്ങനെ വിജയിക്കുകയാണ്. പിന്നെ നീതുവിന് സുഖമായിരുന്നു. നീതു ആഹാരമൊക്കെ കഴിച്ച് നല്ല സുഭിക്ഷമായിട്ടിരിക്കുകയാണ്. നീതുവിൻ്റെ അച്ഛനും അമ്മയ്ക്ക് കട്ടക്കലിപ്പായിരുന്നു. പിന്നെ നീതുവിന് നിയന്ത്രണം ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നീതുവിനെ അടച്ചിടുന്നുണ്ടായിരുന്നില്ല. ഹരീഷിനെ വന്ന് കണ്ട് നീതു കാര്യത്തെക്കുറിച്ചൊക്കെ ഹരീഷിനോട് പറയുന്നുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഹരീഷ് പറഞ്ഞു, എൻ്റെ ദൈവമേ, നിനക്ക് ഇത്രയ്ക്ക് ചങ്കറപ്പുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ അല്ലാതെ ഇത്രയൊക്കെ ചെയ്തില്ല പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കിടന്ന് തല്ലുകൊണ്ട് ചാവാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഹരീഷ് വീട്ടിലേക്ക് കഴിഞ്ഞപ്പോൾ നിധി ഹരീഷിനോട് പറഞ്ഞു, അതെ, സുഭാഷിയുടെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നടത്തണം. സുഭാഷിയുടെ കല്യാണം നടത്താത്തതുകൊണ്ടല്ലേ നീതുവിൻ്റെ ഹരീഷിൻ്റെ വിവാഹം നടത്താത്തേ. ആ വിവാഹം നടക്കുവാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലോ എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം നോക്കട്ടെ, എന്തേലും ഒരു മാർഗം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിൽ പോയിട്ട് വന്നിട്ട് നിധി പറഞ്ഞു, അതെ, സുഭാഷേണ്ട ജാതകം ഉണ്ടോയെന്ന് ചോദിച്ചു. ജാതകമോ? അതെ, സുഭാഷേണ്ട ജാതകം കിട്ടുവാണെങ്കിലേ
നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സുഭാഷേൻ്റെ ജാതകം നോക്കിയിട്ട് നല്ലൊരു വിവാഹം നടത്താമെന്ന് പറഞ്ഞു. അതിന് ജാതകവും വിവാഹം തമ്മിൽ, അതെ, ഈ ജാതകം നോക്കി വിവാഹം നടത്താൻ ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം എല്ലാവരും അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. ജാതകം എഴുതിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എൻ്റെ വീട്ടിലൊക്കെയാണ് എൻ്റെ അച്ഛൻ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഓരോ കാര്യങ്ങൾ ജോലിസിനെ വിളിച്ചിട്ട് ചോദിക്കുകയൊക്കെ ചെയ്യും. ഇന്ന് ഞങ്ങളുടെ അവിടെ ഓഫീസിലൊരു ജോലിസൻ വന്നിട്ടുണ്ടായിരുന്നു. അയാളെ ജാതകം നോക്കി പറയുന്ന ആളാ, കാര്യങ്ങളൊക്കെ പറയും. സുഭാഷേൻ്റെ ജാതകം കിട്ടുവാണെങ്കിൽ എളുപ്പമുണ്ട്. ഇനിയിപ്പം ഏതെങ്കിലും പെൺകുട്ടിയായിട്ട് ആലോചന വരുവാണെങ്കിൽ നമുക്ക് അത് ഉറപ്പിക്കുകയും ചെയ്യാം. ഇപ്പം ഈ എൻ്റെ പരിചയത്തിൽ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാരിങ്ങനെ ജാതകമൊക്കെ നോക്കുന്ന, അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഭാഷേൻ്റെ ജാതകം കിട്ടുവാണെങ്കിൽ അതുമായിട്ട് ഒത്തുപോകുമെങ്കിൽ നമുക്ക് ഈ വിവാഹം നടത്താം. അവർക്ക് വേറൊരു ഡിമാൻഡും കാര്യങ്ങളൊന്നുമില്ല. ജാതകം പെണ്ണിൻ്റെയും ചെക്കനും ചേരണം, അത്ര മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണല്ലേ. പിന്നീട് ഭാസ്കരനോട് പോയി സുഭാഷ് ജനിച്ച സമയം ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, അവൻ ജനിച്ച ഒരു 10-30 വർഷം മുമ്പാണ് ജനിച്ചതെന്ന് പറഞ്ഞു. തീയതി പിന്നെ തീയതി ഒന്നും ഞാൻ ഓർത്തിരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം സുധീഷിനൊക്കെ ഭയങ്കര ടെൻഷനായി. നിങ്ങളൊരു അച്ഛനാണെന്നും പറഞ്ഞിരിക്കുന്നു, സ്വന്തം മകൻ ജനിച്ച ദിവസമൊന്നും അറിയില്ല എന്ന്. പിന്നെ എന്ന് വെച്ചാൽ ഞാനതും ആലോചിച്ചുകൊണ്ട് നടക്കുമല്ലേ എന്നൊക്കെ ഭാസ്കരൻ പറഞ്ഞു. ഒടുവിൽ എങ്ങനെയെങ്കിലും വിവാഹം നടത്തണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് സുധീഷിൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നി. സുധീഷ് ഹരീഷിനെ വിളിച്ചുകൊണ്ട് ഒരു ജോസിനെ കാണാനായിട്ട് പോവാണ്. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കാം. അങ്ങനെ അവിടെ കുറേ സമയം ഇരുന്ന് ഇവരുടെ ടേൺ വന്നു കഴിഞ്ഞപ്പോൾ ജോഡ്സിനെ കയറി കണ്ടു. ജോഡ്സിനോട് ഒരു ജാതകം കുറിച്ച് തരണമെന്ന് പറഞ്ഞു. ജോഡ്സൻ പറഞ്ഞു, കുറിച്ച് തരാം, സമയവും തീയതി കാര്യങ്ങളൊക്കെ പറഞ്ഞോളാൻ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, അതെ, ജനിച്ച സമയമൊന്നും അറിയത്തില്ല, നാള് മാത്രം അറിയണമെന്ന് പറഞ്ഞു. നാള് വെച്ചോണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സമയവും ആ തീയതിയൊക്കെ അറിഞ്ഞാൽ മാത്രമേ നാള് കുറിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, ജാതകം കുറിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ സമയം മെനക്കെടുത്താതെ പോകാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ സുധീഷ് ഉദ്ദേശിച്ചില്ല. അതെ, ഞാക്ക് കുറിച്ച് തരണം, പൈസ എത്ര രൂപ വേണേലും തരാം, പക്ഷെ കുറിച്ച് തന്നേ മതിയാവുള്ളൂ. അപ്പം ആ ജോസ്യം പറഞ്ഞു, അങ്ങനെ കള്ളത്തരമൊന്നും കുറിച്ച് തരാൻ പറ്റില്ല, ഉള്ള കാര്യങ്ങൾ മാത്രം കുറിച്ച് തരുവുള്ളൂ എന്ന് പറഞ്ഞു. ഒടുവിൽ സുധീഷ് പറഞ്ഞു, നിങ്ങൾ കുറിച്ച് തന്നില്ലെങ്കിൽ നിങ്ങൾ കുറിക്കുന്ന ജാതകമൊക്കെ കള്ളത്തരമാണെന്ന് ഞാൻ പറഞ്ഞു വരുത്തും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തി. ഒരു കാര്യം ചെയ്യുക, ഒരു നല്ല ഇത് വെച്ച് ഒരു നല്ല സമയം നോക്കിയിട്ട് ഏത് നാളുമായിട്ട് ചേരുന്ന ഒരു ജാതകം കൂടെ ഉണ്ടായിക്കോളാൻ പറഞ്ഞു. പൈസ തരാന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അയാളെ ഭീഷണിപ്പെടുത്തി അയാളുടെ കയ്യിൽ നിന്ന് ഒരു ജാതകം എഴുതി മേടിക്കുകയാണ്. അതിന് ഹരീഷാണ് പൈസ കൊടുത്തത്. കാരണം തൻ്റെ ചേട്ടന് വേണ്ടിയിട്ട് നല്ലൊരു ആലോചന, ഒരു കല്യാണം നടക്കാൻ വേണ്ടി എന്തിനും തയ്യാറായിരുന്നു. അങ്ങനെ അവരതൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. എത്രയും പെട്ടെന്ന് സുഭാഷേൻ്റെ വിവാഹം നടത്തണം. ഒരുപക്ഷെ നിധിയായിരുത്തി പറഞ്ഞ ആലോചന അത് നല്ലതാണെന്ന് തോന്നേ. അവർക്ക് ഡിമാൻഡ് ഒന്ന് മാത്രമേ ഉള്ളൂ, ജാതകം ചേരണം. അങ്ങനെയാണ് ഇതുമായിട്ട് ജാതകപ്പൊരുത്തം കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ. അങ്ങനെ നിധിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നാളെ അവരെ വിളിച്ചോ, അവർ വരട്ടെ, അവർ വന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു. ജാതകം നോക്കട്ടെ എന്ന് പറഞ്ഞു. ജാതകം നോക്കിയാൽ മാത്രം അവർ പിന്നെ പെണ്ണ് കാണാൻ പോലും വിളിക്കത്തുള്ളൂ. ജാതകം ഓക്കെ ആണെന്ന് മാത്രം അവർക്കുള്ളൂ. പക്ഷെ സുഭാഷിനോട് എന്ന് പറഞ്ഞപ്പോൾ സുഭാഷിന് ഭയങ്കര വിഷമായിരുന്നു. വേണ്ടടാ, എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ നിധിയും സുധീഷും ഒന്നും വിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം നിധി പറഞ്ഞിട്ട് അവർ വരുവാണ്. സുഭാഷിൻ്റെയൊക്കെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വന്ന് അവരിങ്ങനെ സംസാരിച്ചിരുന്നു. ഒടുവിൽ ജാതകം കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോഴേക്ക് സുധീഷ് അകത്ത് പോയി ജാതകം കൊടുത്തു. ഈ സമയം അവരുടെ കൂടെ ജാതകം നോക്കുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ജാതകങ്ങൾ പോയി ഒത്തു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, പറ്റില്ല, ഈ ജാതകമായിട്ട് ചേരത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സുധീഷൊക്കെ ഞെട്ടിപ്പോയി. അപ്പം അയാൾ തന്ന ജാതകം അയാൾ ഏത് പെണ്ണിൻ്റെ ജാതകമായിട്ട് ചേരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ചേരത്തില്ല. ആകെപ്പാടെ അന്തം വിട്ടുപോയി. പിന്നീട് ആലോചിച്ച് ഇത് പുതിയതായിട്ട് എഴുതിച്ച് ജാതകമാണെന്ന് തോന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. ഈ സമയം ഭാസ്കരൻ അവിടെ ഉണ്ടായിരുന്നു. ഭാസ്കരൻ പറഞ്ഞു, ഇപ്പോഴാണ് ഞാൻ കാര്യം ഓർത്തെ. അതെ, ഞാൻ ഇവൻ്റെ ജാതകം നേരത്തെ കുറിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പഴയൊരു ജോഡ്സന്, പ്രശസ്തനായൊരു ജോഡ്സനാണ് ജാതകം കുറിച്ചത്. അപ്പോൾ ആ ജാതകം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഭാസ്കരന്. ഈ സമയത്ത് സുധീഷ് ഹരീഷും കൂടെ പിന്നാലെ ചെയ്യുന്നു. സുധീഷ് ചോദിച്ചു, അല്ല, ജാതകം കയ്യിലുണ്ട്, പിന്നെ അച്ഛനോട് ചോദിച്ചിട്ട് എന്താ അച്ഛനില്ല എന്ന് പറഞ്ഞേ? എടാ, ജാതകം ഉണ്ടെന്നുള്ള കാര്യം നീ ചോദിച്ചില്ലല്ലോ. അവൻ ജനിച്ച സമയം തീയതിയൊക്കെ അല്ലേ ചോദിച്ചേ? അതല്ലേ എനിക്ക് അറിയില്ല എന്ന് ഓർത്തെടുക്കുന്നില്ല എന്ന് പറഞ്ഞേ. ജാതകം കുറിപ്പിച്ചിട്ടില്ല എന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഭാസ്കരൻ കൊണ്ടുവന്ന് ആ ജാതകം കൊടുത്തു. ആ ജാതകം ജോത്സ്യൻ അതുമായിട്ട് വെച്ച് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും ഇതേ ഈ കുടുംബമായിട്ടൊരു ബന്ധം എടുക്കാൻ നമ്മൾ പാടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ ഭാസ്കരൻ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി. ഈ ജാതകം ഉണ്ടല്ലോ, ഇത് നല്ല ജാതകമല്ല എന്ന് പറഞ്ഞു. ഈ ജാതകമുള്ള വീട്ടിൽ പെണ്ണ് വാഴത്തില്ല.
ഇത് കേട്ടപ്പോൾ ഭാസ്കരൻ ഓർത്തു, അതുകൊണ്ടാണോ തൻ്റെ ഭാര്യ പോയത്? അങ്ങനെയുള്ള ചിന്ത ഭാസ്കരൻ്റെ മനസ്സിലും വന്നു. ഒരു പെണ്ണിൻ്റെ ജാതകമായിട്ട് ചേരാൻ പോകുന്നില്ല, പെണ്ണ് വാഴാനും പോകുന്നില്ല, അതുകൊണ്ട് ഈ കുടുംബമായിട്ട് ഒരു കാരണവശാലും ബന്ധമെടുക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരും കൂടി പോയി കഴിഞ്ഞപ്പം ഞെട്ടിപ്പോയി സുഭാഷ്. കാരണം തൻ്റെ ജാതകം ഉള്ളതുകൊണ്ടാണോ ഈ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴാത്തെ? കാരണം ഈ ജാതകം ഇരിക്കുന്ന വീട്ടിൽ കല്യാണം പോലും നടക്കില്ല, കല്യാണം നടന്നാലും പെണ്ണുങ്ങൾ പോലും വാഴില്ല. സുഭാഷിന് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം വരുന്നത്. കാരണം താൻ കാരണമാണ് ഈ കുടുംബത്തിൽ പെണ്ണ് വാഴാത്തെ, താനാണ് ഈ കുടുംബത്തിന് ശാപം എന്ന തിരിച്ചറിവ് സുഭാഷിനുണ്ടാവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. സുഭാഷ് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. സുഭാഷിന് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. നിധി പക്ഷേ ഇങ്ങനെയൊന്നും ഉദ്ദേശമല്ല അവരെ വിളിച്ചുകൊണ്ട് വന്ന് എത്രയും പെട്ടെന്ന് സുഭാഷിൻ്റെ കല്യാണം നടക്കണമെന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ്. പക്ഷേ അവസാനം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥയായിപ്പോയി. സുധീഷും നിധിയൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സുഭാഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. സുഭാഷിൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു വലിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.